ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പായസം തന്നെയാണല്ലോ സേമിയ പായസം, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ പായസത്തിന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് സേമിയാണ്, അതുകൊണ്ട് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചാണ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഈ ഒരു പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ബട്ടറും ഈ ഒരു കാരമലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു ടോഫിയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ടോഫിയുടെ ടേസ്റ്റും കാരമലും കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയാകുന്നത് പോലെ തോന്നും. അത് സാരമില്ല, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വീണ്ടും ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ചവ്വരി കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. ചവ്വരി ഇപ്പോൾ ഒരു 75% വെന്തിട്ടുണ്ട്. ബാക്കി പായസത്തിൻ്റെ കൂടെ കിടന്ന് വെന്ത് വന്നോളും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ഒരു സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. സേമിയയും നമ്മൾ ചേർത്ത് കൊടുത്ത ചവ്വരിയുമെല്ലാം ഒരുമിച്ച് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും. ഇതിലേക്ക് ഒരു 3-4 ഏലക്ക കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നോക്കൂ, ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വെച്ചേക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പുമൊക്കെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണ് സേമിയ പായസം. അപ്പോൾ ഈ ഒരു രീതിയിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.